ഹലോ. ഇന്ന് രാവിലെ ഒരു ദിവസം ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ കുറച്ച് എടുക്കാമെന്നും കരുതിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പപ്പായയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മോൻ ചോറൊക്കെ കൊടുത്തു വിടണം. പിന്നെ നമ്മുടെ ബ്ലാക്ക് കോഫിയൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ സാവകാശം നിന്ന് കുടിക്കുകയാണ് കേട്ടോ. കുറേ അധികം ജോലികളൊക്കെ ഞാൻ സൈഡിലോട്ടാക്കി എന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കാൻ നിന്നത്. നല്ല മഴയൊക്കെ ഉള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. ഇത് ഞാൻ കുറച്ചധികമായി ഈ വീഡിയോസ് എടുത്ത് വെച്ചിട്ട്, പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യാതെ എൻ്റെ ഗാലറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാനത് ഒന്ന് ഇടാമെന്ന് കരുതി കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടത്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മുടെ ഒരു സമയത്ത് നല്ല അടിപൊളി മഴയായിരുന്നല്ലോ ഒരിടയ്ക്ക് വെച്ചിട്ട്. അപ്പോൾ ഒരു 2-3 മാസം എങ്ങാണ്ടായി എന്തോ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. അതായത് നല്ല മഴ പെയ്യുകയാണ് പുറത്ത്. പിന്നെ കുറച്ച് നേരം അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഇരുന്നു കേട്ടോ. കുറച്ച് പകുതി പണി അങ്ങോട്ട് ഇങ്ങനെ അരിയൊക്കെ അടുപ്പിലാക്കി പിന്നെ തോരനുള്ളതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചുകൊണ്ട് കുറച്ച് സാവകാശം ഞാനിങ്ങനെ പുറത്തൊക്കെ നോക്കി ഇങ്ങനെ നിന്ന്. പിന്നെ അതിന് ശേഷം മോനുള്ളത് പിന്നെ ഞങ്ങൾക്ക് ഉച്ച വരെയുള്ള ഭക്ഷണം മാത്രമേ ഞാൻ തയ്യാറാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയൊരു പീസേ പപ്പായ എടുക്കുന്നുള്ളൂ കേട്ടോ. മെഴുക്കുവരട്ടി വെക്കുവാണ് കേട്ടോ. എന്നും തോരനൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത് മെഴുക്കുവരട്ടി വെക്കാമെന്നും കരുതി. പിന്നെ മോനും മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തേങ്ങയൊക്കെ ചിരകിയിട്ട് അങ്ങനെ. പിന്നെ മുട്ടയൊക്കെ പൊരിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അവന് മുട്ട പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. ചില സമയങ്ങളിൽ ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷെ അതിങ്ങനെ എരിവൊക്കെ കലർത്തി മസാലയൊക്കെ ഇട്ടല്ലേ കൊടുക്കുന്നത്. അതിലും അവന് ഭയങ്കര ഇഷ്ടം ഈ മുട്ടയൊക്കെ ഇങ്ങനെ പൊരിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഈ ജോലിയും ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ പിടിച്ചാണ് ഞാൻ ഇത് സെറ്റാക്കി എടുക്കുന്നത്. പിന്നെ പപ്പായയൊക്കെ അരിഞ്ഞ് മെഴുക്കുവരട്ടി ആക്കിയിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെച്ചാൽ മോനൂടെ പോകുന്ന ഒരു ദിവസമായതുകൊണ്ട് ഭയങ്കര തിരക്കല്ലേ രാവിലെ. അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാം സെറ്റാക്കാമെന്ന് കരുതിയിട്ട് ഞാനത് ഉണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ അത്യാവശ്യം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടിഫിനിട്ട് സെറ്റാക്കി വെക്കണം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകത്തുള്ളൂ കേട്ടോ. ഇന്ന് ഞാനാണ് കൊണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം ജോലി കൂടുതലാണ് കേട്ടോ. ഇനി എനിക്കൊന്ന് ഫ്രഷാവി എടുക്കുകയൊക്കെ വേണം. എനിക്ക് സ്കൂളിൽ വരെ പോകണ്ടേ. പിന്നെ നല്ല ചൂടോട് കൂടിയാണ് കേട്ടോ ചോറൊക്കെ ഇട്ട് വെച്ചത്. പിന്നെ ഇങ്ങനെ ആരെങ്കിലും ഇട്ട് വെക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. എങ്കിലും എനിക്കങ്ങനെ ചൂടോടെ ഇടുമ്പോൾ എന്തോ ഒരു സംതൃപ്തിയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ മുളകൊക്കെ കുറച്ചേ അരിഞ്ഞ് വെച്ചിട്ടുള്ളൂ. എരിവാണെന്നും കരുതിയാണ് കേട്ടോ സാധാരണ തോരനൊക്കെ കൊണ്ടുപോകാൻ മടി. അപ്പോൾ ഇതിനും കൂടെ എരിവ് ഇടുന്നില്ലെന്നും കരുതിയിട്ട് ഒരു 2 മുളക് എന്തോ കീറിയിട്ടതേ ഉള്ളൂ. പിന്നെ മുട്ടയൊക്കെ പൊരിച്ചിട്ട് അതും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒഴിക്കാനോ അങ്ങനെയൊന്നും കൊടുത്ത് വിടത്തില്ല. പിന്നെ പപ്പടം ഞാൻ പൊരിച്ചിട്ട് കുരുകുരാന്ന് പൊരിച്ചിട്ട് അത് ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിനൊപ്പം വെക്കണം. പപ്പടം ഇതേപോലെ പീസാക്കി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുന്നത്. ഇങ്ങനെയാകുമ്പം പെട്ടെന്ന് വറുത്തും എടുക്കാം. അത് മാത്രമല്ല ഒരുപാട് എണ്ണയും കാര്യങ്ങളും ഒന്നും വേണം കേട്ടോ. ഇപ്പോൾ മോന് വേണ്ടിയിട്ട് പിന്നെ 2-3 ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. 3-4 എണ്ണ എടുത്തോളൂ. അപ്പോൾ അധികം എണ്ണയൊന്നും വേണ്ടാത്തതുകൊണ്ട് ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി ആക്കാം. എന്നുവെച്ചാൽ ദോശ ഉണ്ടാക്കണം. ഇനി ദോശ മാവിൽ ഉപ്പൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ ചുമന്ന അരിയുണ്ടല്ലോ ചെമ്പാവരി, അപ്പോൾ അതൊക്കെ കുതിർത്തിട്ടാണ് കേട്ടോ ദോശ അതിനോടൊപ്പം 2 പച്ചരിയും ആ ഒരു ചെമ്പാവരിയും കൂടെ ചേർത്ത് ഞാൻ ദോശ ഉണ്ടാക്കിയത് കേട്ടോ. പൊടി വാങ്ങിയതൊന്നുമല്ല. അപ്പോൾ അതുകൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇതെന്തോ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ഈ ചെമ്പാവരിയുടെ സാധാരണ ഞാൻ വാങ്ങിയേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് ആദ്യമായാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുടെ കഴിക്കേണ്ടതേ ഇല്ലേന്ന് കരുതിയിട്ടാണ് കേട്ടോ നെയ്യൊക്കെ ഒഴിച്ച് നല്ല നൈസായിട്ട് എടുത്ത് അങ്ങനെ മൊരിച്ചാണ് എടുത്തത്. ചമ്മന്തി ആയിരുന്നു കേട്ടോ ദോശയുടെ കറി എന്ന് പറയുന്നത്. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ എന്തോ ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ഇത്രയും ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ അത് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചൊക്കെ എടുത്ത് പിന്നെ ഇതിൽ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ കൊള്ളിക്കുന്നില്ല കേട്ടോ. രാവിലെ വരെ ഇത് രാവിലത്തെ ആ ഒരു തിരക്കും കാര്യങ്ങളും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷമുള്ളത് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഉച്ചയ്ക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നത്. പിന്നെ അതുകൊണ്ട് പ്രത്യേകം ഒന്നും എടുക്കുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് അധികം ജോലികൾ വേറെയും ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ആ ഒരു ഉണ്ടാക്കുന്നത് ക്ലീനിങ് അല്ലെങ്കിൽ മോന് സ്കൂളിൽ പോകുന്ന ആ ഒരു ടൈമിൽ അതൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീനിങ് ആണ് കേട്ടോ. കുറേ അധികം പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കഴുകി വെച്ച് പിന്നെ ഇവിടെയൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കി ഇടണം.
ഇപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി മോനെ കൊണ്ടുവിട്ടിട്ട് വരാം. സമയമൊക്കെ ആയി, കൊണ്ടുവിട്ടിട്ട് വരാം. ബാ. ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ടാക്കിയിട്ട് വന്നതാണ് കേട്ടോ. ഇനി കുറച്ച് നേരം ഫാനൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇരിക്കണം. അത് എന്താ, ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം. കുറേ തുണി മടക്കാനുണ്ട്, തുണി വിരിച്ചിടാനുണ്ട്, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ഫുഡ് കഴിച്ചില്ല. പിന്നെ എന്താ, പൊതിച്ചോറ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരിക്കുമല്ലേ. പിന്നെ മൊത്തം പണിയാണ്. അതുകൊണ്ട് ചമ്മന്തിയൊക്കെ അരയ്ക്കണം. ചമ്മന്തിയൊക്കെ അരച്ചിട്ട് പൊതിച്ചോറും കൂടെ സെറ്റാക്കണം. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇരിക്കാമെന്ന് കരുതി. നല്ല മഴ പെയ്യുന്ന കേട്ടോ. ഞാൻ ഇല വെട്ടാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇലയൊക്കെ കിട്ടി, സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്കും കണ്ടോ നല്ല സെറ്റ് മഴ. ഇല ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം വെള്ളമൊക്കെ ഒലിച്ച് പോട്ടെ. നന്നായിട്ട് കഴുകിയാണ് ചാരി വെച്ചിരിക്കുന്നത്. പിന്നെന്താ, മീനൊന്നുമില്ല. ഇലയിലെ വെള്ളമൊക്കെ വാർന്നിട്ട് അത് നന്നായിട്ടൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊതിച്ചോറ് ഇട്ടേക്കാം. ആ ഒരു കൊതിക്കും വേണ്ടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളും ഒന്നുമില്ല. ഇത്തരം കറികൾ രാവിലെ കാണിച്ചില്ല, ആ ഒരു കറിയും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ മീനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് ഞാൻ ഇടയ്ക്ക് പറയാൻ വന്നത്. അതങ്ങ് ഷോർട്ടായി പോയി. പിന്നെ ആ വോയിസ് ഇങ്ങനെ കൊടുക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ നമ്മുടെ ചൂട് ചോറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ചൂടോടുകൂടി ഇലയിലിടുമ്പോൾ ആ ഒരു ഇലയുടെ ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് വരുമല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ ആവി പാറുന്ന ചോറാണ് കേട്ടോ. ഞാൻ മോനെ കൊണ്ടാക്കിയിട്ട് ഒന്നുകൂടെ ചോറ് നന്നായിട്ടൊന്ന് പൊരിച്ച്, അപ്പം ആ ഒരു ചൂടൂടെ നിൽക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പൊരിച്ചത്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കറിയും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ നല്ല മുളക് ചമ്മന്തി അരച്ചിട്ടുണ്ട്. പിന്നെ പപ്പടം ഇതിൽ തന്നെ അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുവാണ്. മെഴുക്കുവരട്ടി വെച്ചു. കുറച്ചുകൂടെ വെക്കാം. എല്ലാം ഇങ്ങനെ ചേർന്നിരിക്കും. പിന്നെ മുട്ടയുണ്ട് കേട്ടോ. മുട്ടയും വെച്ച് ഇരിക്കുന്നില്ലേ. അയ്യോ, മുട്ട വെച്ചിട്ടുണ്ട്. ഇനി ചമ്മന്തി വെക്കണം. ചമ്മന്തി ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. കൈയൊക്കെ കഴുകിയിട്ടാ നന്നായിട്ട് ഉരുട്ടിയിട്ട് ഈ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഭാഗത്ത് പപ്പടം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് പൊതിഞ്ഞ് വെക്കുമ്പോൾ പപ്പടം പൊടിയും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.